പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വേദനയോടുകൂടിയും വിഷമത്തോടുകൂടിയാണ് നമ്മുടെ ദിവസങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വയനാട്ടിലെ ചൂരൽമലയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലും അതുമായി സംഭവിച്ച ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുട്ടികൾ, പിഞ്ചുമക്കൾ, അവരുടെ ദീനരോധനങ്ങൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കള്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കള്, ഒരുപാട് കാലം അവർ മക്കൾക്ക് വേണ്ടിയിട്ടും പെൺമക്കളെ കല്യാണം കഴിച്ചു വിടാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വേദന എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ പോലെ ഉള്ളവര്, കേരളത്തിന് പുറത്തും ഉള്ളവരൊക്കെ വളരെ വേദനയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇതുവരെ ഉണ്ടാവാത്തൊരവസ്ഥ എന്നൊക്കെ പറയാം. ഒരു ഉരുൾപൊട്ടലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കൂടി ഇതുവരെ ഇല്ലാത്തൊരവസ്ഥ. ഇത്ര അധികം ജനങ്ങൾ നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട ആ ഒരു പ്രദേശം നാമാവശേഷമായി. പ്രകൃതിയുടെ വികൃതി അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരുപാട് പേര് സഹായഹസ്തമായിട്ട് വന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഉണ്ട്. എപ്പോഴും നമ്മുടെ ആകാംക്ഷ വല്ല ജീവന്റെ തുടിപ്പ് ഇനി മണ്ണിനടിയിലേക്ക് എടുക്കുന്നുണ്ടോ, അവിടെ ഇവരുടെ സന്നദ്ധ പ്രവർത്തകരുടെ കൈകളെത്താതെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളൊക്കെ ഒരു ആകാംക്ഷയാണ്. പ്രാർത്ഥനയോടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആരെങ്കിലും ജീവന്റെ തുടിപ്പ് ബാക്കിയുള്ളവരുടെ എത്രയും പെട്ടെന്ന് അവരെ ശ്രദ്ധ അങ്ങോട്ട് എത്തണേ, അവർ രക്ഷപ്പെടണേ എന്നുള്ള ചിന്തയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അതിനിടയിലാണ് ഈ അമ്മ നഷ്ടപ്പെട്ട മക്കൾക്ക് മുലയൂട്ടാന്നും പറഞ്ഞ് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ക്യാമ്പിലെത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള സ്ത്രീകളുടെ അപമാനിക്കുന്ന തരത്തിൽ, സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിൽ, ലോകത്തിലെ അമ്മമാരെ അപമാനിക്കുന്ന തരത്തിൽ ചിലവന്മാരുടെ ഒരു കമന്റ്, മുലപ്പാല് കുപ്പിയിൽ കൊടുത്താൽ പറ്റില്ല, അവന് നേരിട്ട് വേണമെന്ന്. പരമനാറി, നീ മനുഷ്യനാണോ? ഈ ഒരു സാഹചര്യത്തിൽ നീയൊക്കെ ആസ്വദിക്കുക. നിനക്കൊക്കെ ഒരു മനസ്സുണ്ടോ? നീ ചെകുത്താന്റെ ജന്മോ? നീ എന്താ ചോദിച്ചെന്നുള്ള അർത്ഥം നിനക്ക് മനസ്സിലായ? ഒരു സ്ത്രീ കുഞ്ഞിനെ മുലയോട്ടുമ്പോ ഏത് കാമ കഞ്ചുകനായി കഴിഞ്ഞാലും അവന്റെ മനസ്സിൽ അവന്റെ അമ്മയാണ് ഓർമ്മ വരിക. നിനക്ക് എങ്ങനെ വിശ്വസിച്ച് കുടുംബത്ത് കയറ്റും? നിനക്ക് പെൺമക്കളും അമ്മയൊക്കെ ഇല്ലേ? പക്ഷെ അത് നിനക്ക് കിട്ടിക്കോളും. കിട്ടിയതിന്റെ ബാക്കി എന്തായി കഴിഞ്ഞാലും മുലപ്പാല് നിനക്ക് തരും. മുലപ്പാല് വേണമെന്നൊക്കെ ചോദിച്ച് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇനി കിടന്ന് പെടുന്നിട്ട് കാര്യമില്ല. നീ ആലോചിക്കണ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണം ചെയ്യുമ്പോൾ. ഒരു പോസ്റ്റിന്റെ പുറകിൽ വന്ന് കമന്റ് എഴുതി വെച്ചിട്ട് നീ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഇത് ചെയ്യുമ്പോ ഇതാരും മനസ്സിലാക്കില്ല, ഇതിനാരും പ്രതികരിക്കില്ല എന്നുള്ളതായിരിക്കും നീ വിചാരിച്ചിട്ടുണ്ടാകുക. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം വൃത്തികെട്ട കമന്റ് എഴുതി വെക്കുമ്പോ നീയും നിന്നെപ്പോലുള്ള വേറെ പല തെണ്ടികളും ആലോചിക്കേണ്ട കാര്യമാണിത്. ആ സ്ത്രീകള് അവര് വന്നിട്ട് അവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മുലപ്പാല് അത് ഷെയർ ചെയ്തിട്ട് മറ്റു കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കാം. കാരണം മുലപ്പാല് കിട്ടാൻ വൈകുമ്പോൾ നമ്മുടെ മക്കളുടെ കരച്ചില്, ആ ഒരു ദീനരോധനം അവരെ ചെവിയിൽ മാറ്റൊലി കൊള്ളുന്നത് കൊണ്ടാണ് ഈ സ്ത്രീകൾ ഇത്രയും കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ക്യാമ്പിലേക്ക് എത്തുക എന്നുള്ള നിസ്സാര കാര്യമൊന്നുമല്ല. അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്കൊരു കുടുംബല്ലേ? സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. പ്രിയരെ, വളരെ വിഷമവും വേദനയും ദേഷ്യവും ഒക്കെ തോന്നി നമ്മുടെ ഈ ഇത്തരക്കാരുടെ കമന്റ് കണ്ടപ്പോ. അതിനെന്താണ് പറയാന്ന് എനിക്ക് വാക്കുകളില്ല. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് എന്ത് ഭാഷയിലാണ് അതിനെ സംസാരിക്കേണ്ടതും പ്രതികരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക അവരെ നമ്മൾ സഹായിക്കുക. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വീടോ കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരുപാട് പേര് അംഗവൈകല്യം സംഭവിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരുണ്ട്. അവരൊക്കെ പറ്റാവുന്ന വിധത്തില് അവരുടെ വേദനകൾക്ക് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പരിഹാരം കാണാൻ പറ്റില്ല. അത് പടച്ചവൻ തന്നെ കാണണം. കാരണം ഉറ്റവരുടെയും നഷ്ടപ്പെട്ട്, ബാക്കി പ്രവാസിയായ ഒരു സുഹൃത്തിന്റെ വീട്ടിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ടു. അദ്ദേഹം മാത്രം ബാക്കിയായി. അദ്ദേഹത്തിന്റെ അവസ്ഥ ഒക്കെ ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നണം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് മനസ്സമാധാനം ലഭിക്കട്ടെ, മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം ദൈവം തന്നെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ അമ്മമാര് നഷ്ടപ്പെട്ട മക്കളെയൊക്കെ ഏറ്റെടുക്കാനൊക്കെ തയ്യാറായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധ വേണം. കൊണ്ടുപോയവർ ശരിക്കും നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണിത്. ഓരോരുത്തരും ഉത്തരവാദിത്തമാണത്. നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകളായിട്ട് വരുന്ന ആളുകൾ ചിന്തിക്കുക.
നമുക്ക് ഒരു കുടുംബമുണ്ട്, നമുക്ക് അമ്മയുണ്ട്. ഇത് വളരെ മോശമാണ് ഈ സാഹചര്യത്തിൽ. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ മനസ്സൊക്കെ എന്ത് മനസ്സാണ് ഇത്? നമ്മൾ ശ്വാസം അടക്കി കൊണ്ടാണ് ഇത് കാണുന്നതും ഈ വാർത്തകൾ അറിയുന്നതും കേൾക്കുന്നതും. അടുത്ത് എന്താണ്? ഞാനൊക്കെ നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയോ? ജീവന്റെ തുടിപ്പുണ്ടോ? ഇങ്ങനെയാണ് കേരളത്തിലെ ഓരോ വ്യക്തികളും കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് പ്രവാസികളിരിക്കുന്നത്. അപ്പൊ നിന്റെ ഇത്തരത്തിലുള്ള കമന്റൊക്കെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നീയൊക്കെ പുരുഷവർഗത്തിന് അപമാനമാണ്. മനസ്സിലായല്ലോ? നിന്നൊക്കെ സൂക്ഷിക്കണം. കാരണം നീ വിചാരിക്കും ഒളിഞ്ഞിരുന്ന് ഒരു ഒളിയമ്പ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കയ്യടി കിട്ടും. നിന്നെ പോലെ മാനസികാവസ്ഥയുള്ളവരെ കയ്യടി നിനക്ക് കിട്ടുന്നുണ്ടാവും. ഇത്തരം കമന്റ് നീ എഴുതി വെക്കും. അപ്പൊ നീ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ആർക്ക് നേരെ ഉപയോഗിക്കേണ്ടത് നീ പഠിച്ചിട്ട് വാ. ഈ ചെറ്റത്തരത്തിന് വെറുതെ ആവില്ല നിനക്ക്. നീ പറഞ്ഞല്ലോ മുലപ്പാല്, അത് അവിടുത്തെ പയ്യന്മാരൊക്കെ ഒന്ന് അവരെ മനസ്സും ശരീരമൊക്കെ ശരിയായിട്ട് വരട്ടെ, അവർ തന്നോളൂ നിനക്ക്. ഇനിയെങ്കിലും ഇതുപോലത്തെ സ്വഭാവമായിട്ട് വരുന്ന ആളുകൾ നീ പഠിക്കുക, മനസ്സിലാക്കുക. ഇത് വളരെ മോശമാണ് സുഹൃത്തെ. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്ത യുവാവ് അറസ്റ്റിൽ. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി സുകേഷ് പി മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ പ്രവൃത്തി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്നതാണെന്ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ എഫ്ഐആറിലുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്നും വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അപ്പോ ഇത്തരത്തിലുള്ള കമന്റുകളായിട്ട് വരുന്ന ആളുകൾ ചിന്തിക്കുക, നമുക്ക് ഒരു കുടുംബമുണ്ട്, നമുക്ക് അമ്മയുണ്ട്. ഇത് വളരെ മോശമാണ് ഈ സാഹചര്യത്തിൽ. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ മനസ്സൊക്കെ എന്ത് മനസ്സാണ് ഇത്? നമ്മൾ ശ്വാസം അടക്കി കൊണ്ടാണ് ഇത് കാണുന്നതും ഈ വാർത്തകൾ അറിയുന്നതും കേൾക്കുന്നതും. അടുത്ത് എന്താണ്? ഞാനൊക്കെ നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയോ? ജീവന്റെ തുടിപ്പുണ്ടോ? ഇങ്ങനെയാണ് കേരളത്തിലെ ഓരോ വ്യക്തികളും കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് പ്രവാസികളിരിക്കുന്നത്. അപ്പൊ നിന്റെ ഇത്തരത്തിലുള്ള കമന്റൊക്കെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നീയൊക്കെ പുരുഷവർഗത്തിന് അപമാനമാണ്. മനസ്സിലായല്ലോ? നിന്നൊക്കെ സൂക്ഷിക്കണം. കാരണം നീ വിചാരിക്കും ഒളിഞ്ഞിരുന്ന് ഒരു ഒളിയമ്പ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കയ്യടി കിട്ടും. നിന്നെ പോലെ മാനസികാവസ്ഥയുള്ളവരെ കയ്യടി നിനക്ക് കിട്ടുന്നുണ്ടാവും. ഇത്തരം കമന്റ് നീ എഴുതി വെക്കും. അപ്പൊ നീ ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ആർക്ക് നേരെ ഉപയോഗിക്കേണ്ടത് നീ പഠിച്ചിട്ട് വാ. ഈ ചെറ്റത്തരത്തിന് വെറുതെ ആവില്ല നിനക്ക്. നീ പറഞ്ഞല്ലോ മുലപ്പാല്, അത് അവിടുത്തെ പയ്യന്മാരൊക്കെ ഒന്ന് അവരെ മനസ്സും ശരീരമൊക്കെ ശരിയായിട്ട് വരട്ടെ, അവർ തന്നോളൂ നിനക്ക്. ഇനിയെങ്കിലും ഇതുപോലത്തെ സ്വഭാവമായിട്ട് വരുന്ന ആളുകൾ നീ പഠിക്കുക, മനസ്സിലാക്കുക. ഇത് വളരെ മോശമാണ് സുഹൃത്തെ. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്ത യുവാവ് അറസ്റ്റിൽ. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി സുകേഷ് പി മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ പ്രവൃത്തി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്നതാണെന്ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ എഫ്ഐആറിലുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണെന്നും വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.